ഇത് തെറ്റാലി. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ കുറേ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വരും. ഇന്ന് വീണ്ടും നമുക്ക് ആ പഴയ കാലത്തേക്ക് പോകാം. ഒരു നാടൻ തെറ്റാലി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? നമുക്ക് തെറ്റാലി ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു കവര വേണം. അപ്പോൾ അത് തപ്പി ഇങ്ങനെ നടന്നപ്പോൾ കാപ്പിയുടെ ഒരു കവര ഒരു സ്ഥലത്ത് നിൽക്കണുണ്ടോ. അപ്പോൾ നേരെ അത് പൊയിഞ്ഞ് വെട്ടാം. കാപ്പിയുടെ നമ്മൾ വെട്ടുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളതും പിന്നെ നല്ല ഷേപ്പ് ഉള്ളതും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല ഷേപ്പ് ഉള്ള ഒരെണ്ണം കണ്ടു. പക്ഷേ സൈസ് കുറച്ച് വലുതാണ്. എന്നാലും കുഴപ്പമില്ല, അത് തന്നെ അങ്ങ് വെട്ടിയേക്കാം. ഇതുപോലത്തേക്ക് നാടൻ തെറ്റാലിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് ചെറിയ കാപ്പിമരമാണെങ്കിലും തടിക്ക് നല്ല കടുപ്പമായിരുന്നു. കുറേ ടൈം എടുത്തു ഒന്ന് വെട്ടി ഇതുപോലെ ആക്കിയെടുക്കാൻ. ഇനി നേരെ വീട്ടിലേക്ക് പോയിട്ട് കവര കറക്റ്റ് നീളത്തിലും നല്ല ഷേപ്പാക്കിയും കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ കൈ പിടിക്കണതിൻ്റെ അവിടെ ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിലും മുകളിലേക്ക് ഒരു 6 സെൻറ്റിമീറ്റർ നീളത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ തെറ്റാലിയുടെ പണി പെട്ടെന്ന് തീരാൻ വേണ്ടി ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിച്ച് നന്നായിട്ട് മിനുക്കി ചെറുതാക്കി എടുക്കുവാണ്. ഗ്രൈൻഡിംഗ് മെഷീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ പിച്ചാത്തിക്കോ എന്തെങ്കിലും ചെത്തിയെടുത്താലും മതി. കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തെറ്റാലിയുടെ കവര ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് മിനുക്കി എടുത്തേക്കാം. നമ്മൾ തെറ്റാലിയൊക്കെ കൈ പിടിച്ച് വലിച്ച് തെറ്റുമ്പോൾ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി ആ ഹാൻഡിലിൻ്റെ അവിടെ നമുക്ക് സൈക്കിളിൻ്റെ ട്യൂബ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലെക്സ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൽ കെട്ടാൻ വേണ്ടി വീതി കൂടിയ ടൈപ്പ് റബ്ബർ ബാൻഡ് വേണം. ഇത് ഒരെണ്ണത്തിന് 5 രൂപയാണ് ഞാൻ വാങ്ങിയപ്പോൾ. ഞാനിപ്പോൾ 5 റബ്ബർ ബാൻഡുകൾ എടുത്തിട്ടുണ്ട്. 4 അതിൽ കെട്ടാനും ഒരെണ്ണം ഇതുപോലെ 4 കട്ട് ചെയ്തെടുക്കണം. ഇത് ഉപയോഗിച്ചാണ് നമുക്ക് ആ കവരയിലേക്കൊക്കെ റബ്ബർ ബാൻഡ് കെട്ടുന്നത്. നമ്മുടെ തെറ്റാലിയുടെ റബ്ബർ ബാൻഡ് കെട്ടാൻ വേണ്ടി ചെറിയൊരു ലെതറിൻ്റെ പീസ് ആവശ്യമുണ്ട്. ഇതിലാണ് നമ്മൾ കല്ലൊക്കെ വെച്ച് തെറ്റുന്നത്. ഞാനിപ്പോൾ പഴയ ഒരു ലെതറിൻ്റെ ഷൂവിൽ നിന്ന് കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ലെതർ 12 സെൻറ്റിമീറ്റർ നീളത്തിലും 4 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇരുവശങ്ങളിലും വീതി കൂടി റബ്ബർ ബാൻഡ് കെട്ടാൻ പാകത്തിന് 2 ഹോളുകൾ ഇടണം. ഈ ലെതർ എടുക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള എടുത്തിൽ പെട്ടെന്ന് തന്നെ ആ ഹോളിട്ടോടൊക്കെ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി 2 റബ്ബർ ബാൻഡുകൾ വീതം എടുത്തിട്ട് ലെതറിലിട്ട ഒരു സൈഡിലത്തെ ഹോളിൽ കുറച്ച് കയറ്റി എടുത്ത ശേഷം നമുക്ക് കൈ പിടിക്കാൻ പാകത്തിന് ഇട്ടിട്ട് ശേഷം വലിച്ച് നന്നായിട്ട് കെട്ടണം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ ആരും ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു. അതുകൊണ്ടാണ് വൈസയിൽ വെച്ചിട്ട് ഇതുപോലെ വലിച്ചു കെട്ടുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ കൈ പിടിച്ചിട്ട് നമ്മൾ വലിച്ചു കെട്ടിയാലും മതി. ഇത് കെട്ടിയ ശേഷം ലെതറിൻ്റെ മറ്റേ ഹോളിലിട്ടും 2 റബ്ബർ ബാൻഡുകൾ കെട്ടിയെടുക്കണം. ഇതുപോലെ തന്നെ ലെതറയിലേക്ക് കെട്ടിയെടുത്ത റബ്ബർ ബാൻഡുകളുടെ മറ്റേ എൻ്റെ നേരെ കവരയിലേക്ക് ഇതുപോലെ കെട്ടിയെടുക്കണം. ഇത് കെട്ടുന്ന ടൈമിൽ 2 സ്ഥലത്തെ റബ്ബർ ബാൻഡിൻ്റെയും നീളം സെയിം വെച്ചിട്ട് മാത്രമാണ് കെട്ടാവുള്ളൂ. ഇത് കെട്ടുന്ന ടൈമിൽ ഇരുവശത്തെ റബ്ബർ ബാൻഡുകളുടെ നീളം സെയിം അല്ലെങ്കിൽ നമ്മൾ തെറ്റുന്ന ടൈമിൽ എയിം വ്യത്യാസം വരും. ഈ വീതി കൂടിയ റബ്ബർ ബാൻഡിന് പകരം നമുക്ക് ചൂണ്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ സ്ലിംഗ് ഷോട്ടിനുള്ള റബ്ബർ ട്യൂബ് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി കെട്ടിയാലും മതി, നല്ല രീതിയിൽ തന്നെ വലിച്ചിൽ കിട്ടും. നമ്മൾ ഉണ്ടാക്കിയ തെറ്റാലി ഉപയോഗിച്ച് അതിൻ്റെ എയിം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ചെറിയ കല്ല് വെച്ചാണ് തെറ്റുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ബലൂണിൻ്റെ അകത്ത് കുറച്ച് വെള്ളം നിറച്ച ശേഷമാണ് തെറ്റുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.